മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി ഒരുങ്ങുന്ന ടൗൺഷിപ്പിലെ വീടുകളുടെ നറുക്കെടുപ്പ് തുടങ്ങി. ഫേസ് 1 ഉൾപ്പെട്ട 178 കുടുംബങ്ങളിലെ പ്രതിനിധികൾക്കാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരമുള്ളത്. മന്ത്രി ഒ ആർ കേളുവിന്റെ നേതൃത്വത്തിലാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. വിവരങ്ങളുമായി ലിൻഡോ ചേരുന്നു. ലിൻഡോ, നറുക്കെടുപ്പ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞോ? ആർക്കൊക്കെയാണ് നറുക്കെടുപ്പ്? മറ്റേതൊക്കെ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും ഭരണ തലപ്പത്തുള്ള ആളുകളും അവിടെയുണ്ട്? സനീഷ്, നറുക്കെടുപ്പ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ മന്ത്രി ഒ ആർ കേളു, TCC എന്നിവരടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടാതെ CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് എന്നിവരും വേദിയിലുണ്ട്. ഇപ്പോൾ മന്ത്രി ഒ ആർ കേളു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ 178 ലിസ്റ്റിൽ ഉൾപ്പെട്ട 178 കുടുംബങ്ങളിലെ പ്രതിനിധികളെ വേദിയിലേക്ക് എത്തിച്ചു. അവരെ ഓരോരുത്തർക്കും സീറ്റ് നമ്പർ നൽകിക്കൊണ്ടാണ് ഇരുത്തിയിരിക്കുന്നത്. ഈ സീറ്റ് നമ്പർ പ്രകാരമാണ് ഓരോരുത്തരെയും, ഈ ലിസ്റ്റിലെ നമ്പർ അനുസരിച്ച് സീറ്റ് നമ്പർ പ്രകാരമാണ് ഓരോരുത്തരെയും ലോട്ടെടുക്കാൻ ക്ഷണിച്ചതിന് ശേഷം ആ ലോട്ട് നമ്പർ അനുസരിച്ച് അവരുടെ വീടുകൾ അവർക്ക് കണ്ടെത്താൻ സാധിക്കും. മന്ത്രി ഒ ആർ കേളു പ്രത്യേകം അറിയിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലോട്ടെടുപ്പിന് ശേഷം ഒരു തരത്തിലും പരസ്പരം നമ്പറുകൾ വെച്ചു മാറരുത് എന്ന പ്രത്യേക നിർദ്ദേശം കൂടി മന്ത്രി ഒ ആർ കേളു നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ നറുക്കെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. സനീഷ്, ഇതിപ്പോൾ ലിൻഡോ, ആർക്കൊക്കെയാണ് ഈ നറുക്കെടുപ്പ്? അതായത് വീടിൻ്റെ എങ്ങനെ വീടുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നറുക്കെടുപ്പ്? 178 കുടുംബങ്ങൾക്കാണ് വീടുകൾ നൽകുന്നത്. ഈ 178 കുടുംബങ്ങൾ ഏതൊക്കെ വീടുകൾ, ഈ 178 വീടുകൾക്കും നമ്പറുകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ വീടുകൾ ആർക്കൊക്കെ ലഭിക്കുമെന്നത് ലോട്ടെടുക്കുമ്പോൾ ലഭിക്കുന്ന നമ്പറുകൾക്കനുസരിച്ചാണ് അവരുടെ വീടുകൾ അവർക്ക് ലഭിക്കുക. ഇതാണ് ലോട്ടെടുപ്പ് വഴി അല്ലെങ്കിൽ നറുക്കെടുപ്പ് വഴി ഉദ്ദേശിക്കുന്നത്. ശരി, 178 വീട്ടുകാരാണുള്ളത്, കുടുംബങ്ങളാണുള്ളത്. അവർക്ക് 178 വീടുകൾ അവിടെ തയ്യാറായിട്ടുണ്ട്. അത് 25-ാം തീയതിയാണ് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കുക. അപ്പോൾ ഈ 1 മുതൽ 178 വരെ ഉള്ള വീടുകളിൽ ഓരോരുത്തർക്കും ഏതൊക്കെ വീടുകൾ എന്നത് സംബന്ധിച്ചുള്ള നറുക്കെടുപ്പാണ് നടക്കുന്നത്. അത് നറുക്ക് കിട്ടുന്ന ആളുകൾക്ക് അതാത് നമ്പറുകളിലുള്ള വീടുകളായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം, എല്ലാ വീടുകളും സൗകര്യങ്ങളുടെ കാര്യത്തിൽ സമാനതകളുള്ളതാണ്. എല്ലാ വീടുകളും ഒരുപോലെ സൗകര്യങ്ങളുള്ള വീടുകളാണ്. നമുക്കറിയാം, അങ്ങേയറ്റം വലിയ, കേരളം കണ്ട ഒരുപക്ഷെ കഴിഞ്ഞ ഒരു ദീർഘകാലത്തിനിടെ, 100 വർഷത്തിനിടെ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നിൽ അതുവരെ ഉണ്ടായിരുന്ന വീടും മറ്റ് സംവിധാനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ്. അവർ ഒരു ജീവിതകാലം കൊണ്ട് കെട്ടിപ്പൊക്കിയിരുന്ന വീടുകളും മറ്റ് സൗകര്യങ്ങളും അവരവരെ നിലനിർത്തിയിരുന്ന കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ്. അവരെ അതിവേഗത്തിൽ എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു വീടും സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ട് അവരെ പുനരധിവസിപ്പിക്കുന്നത്. അവിടെ ഈ ടൗൺഷിപ്പ് തന്നെയാണ് ഒരുക്കുന്നത്. നഗരഹൃദയത്തിൽ തന്നെയാണ്, ഒരുപാട് മാറിയിട്ടല്ല. നല്ല സൗകര്യങ്ങളുള്ള വീടുകളാണ് കൊടുക്കുന്നത്. എല്ലാ വീടുകൾക്കും ഒരേ സൗകര്യങ്ങളുള്ള, സമാനതകളുള്ളതാണ്. പക്ഷേ എങ്കിലും ആർക്കൊക്കെ ഏത് എന്ന് സ്വയം സെലക്ട് ചെയ്യുകയല്ല, അത് ഒരു സുതാര്യമായ നറുക്കെടുപ്പ് നടപടിക്രമങ്ങളിലൂടെയാണ്. ജില്ലാ കളക്ടറെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒ ആർ കേളു, മന്ത്രി, മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും മറ്റുമൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അവരുടെ ഒരു സന്തോഷകരമായൊരു സമാഗമ സമയം കൂടെയാണിത് എന്ന് വേണം കാണാൻ. വിശദാംശങ്ങളാണ് ലിൻഡോ നൽകിയത്.